ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഘടക ക്ഷേത്രങ്ങളിൽ ഈ മാസം 22-ന് ഞായറാഴ്ച നെയ്യ് സമർപ്പിക്കും. 16 ചെറു സംഘങ്ങളായാണ് ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ നെയ്യ് സമർപ്പണം നടത്തുക. ഞായറാഴ്ച പുലർച്ചെ 4:30 ഘടകക്ഷേത്രങ്ങൾക്കുള്ള നെയ്യ് സമർപ്പണത്തിന് തുടക്കമാകും. തൃപ്രയാർ, ഊരകം, ചേർപ്പ്, ചാത്തക്കുട, മന്തിക്കാട്, തൊട്ടിപ്പാൾ, കടലാശ്ശേരി, പിഷാരിക്കൽ, എടക്കുന്നി, ഐക്കുന്ന്, തൈക്കാട്ടുശ്ശേരി, കടുപ്പശ്ശേരി, ചൂരക്കോട്, പൂന്നിലാർക്കാവ്, ചാലക്കുടി, പിഷാരിക്കൽ, ചക്കംകുളങ്ങര ക്ഷേത്രങ്ങൾ കൂടാതെ കോടന്നൂർ, നാങ്കുളം, ശ്രീമാട്ടിൽ, നെട്ടിശ്ശേരി, കല്ലേലി, ചിറ്റി, ചാത്തക്കുടം, മേടംകുളം എന്നീ ഘടകക്ഷേത്രങ്ങളിലും ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ നെയ്യ് സമർപ്പിക്കും. പെരുവനം ഗ്രാമാധിപ ക്ഷേത്രമായ പെരുവനം മഹാദേവ ക്ഷേത്രം, ഗ്രാമപരദേവതയായ ചേർപ്പ് തിരുവുള്ളക്കാവ് ക്ഷേത്രം, അനുബന്ധ ക്ഷേത്രങ്ങളായ പിടിക്കപ്പറമ്പ്, വല്ലച്ചിറ, പല്ലിശ്ശേരി, കണ്ടേശ്വരം, നറുകുളങ്ങര എന്നീ ക്ഷേത്രങ്ങളിലും നെയ്യ് സമർപ്പണം നടത്തും. ചേർപ്പ് പെരുവനം ഗ്രാമത്തിന്റെ 4 അതിരുകൾ വേർതിരിക്കുന്ന കിഴക്ക് കുതിരാൻ, വടക്ക് അകമല, പടിഞ്ഞാറ് എടത്തിരുത്തി, അയ്യപ്പൻകാവ്, തെക്ക് ഉഴുവത്ത് ശാസ്താക്ഷേത്രങ്ങളിലും ദേവസ്വം കീഴടങ്ങളായ ഞെരൂക്കാവ്, ചിറ്റേങ്ങര, തൊട്ടിപ്പാൾ, മഹാവിഷ്ണു, തൃക്കണ്ടാപുരം ക്ഷേത്രങ്ങളിലുമാണ് നെയ്യ് സമർപ്പിക്കുക. ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ 16 ചെറു സംഘങ്ങളായാണ് നെയ്യ് സമർപ്പണം നടത്തുന്നത്. ഞായറാഴ്ച പുലർച്ചെ 4:30 പുറപ്പെട്ട 8 മണിക്കുള്ളിൽ എല്ലാ ഘടകക്ഷേത്രങ്ങളിലും നെയ്യ് സമർപ്പണം പൂർത്തിയാക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന ചുറ്റുവിളക്ക് ദേശക്കാരുടെ വഴിപാടായി സമ്പൂർണ്ണ നെയ്വിളക്കോടെയാണ് നടത്തുക. വിളക്കുമാടത്തിലെ 5000-ഓളം ഓട്ടുചിരാതുകൾ ഉൾപ്പെടെ ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ വിളക്കുകളിലും 2 ദീപസ്തംഭങ്ങളിലും നെയ്യ് മാത്രമാണ് തിരിതെളിയിക്കാൻ ഉപയോഗിക്കുക. പ്രദക്ഷിണ വഴിയിലും ചുറ്റിനകത്തുമുള്ള മൺചിരാതുകളിൽ എള്ളത്തിരിയാണ് കത്തിക്കുക. നൂറുകണക്കിന് ഭക്തരാണ് സമ്പൂർണ്ണ നെയ്വിളക്കിൽ പങ്കാളികളാവുക. വിളക്കുമാടത്തിലെ ദീപങ്ങളിൽ നിന്നുയരുന്ന പ്രകാശം ചൈതന്യധന്യമാണ്. സത്വഗുണപ്രധാനിയായ നെയ്യ് ഓട്ടുചിരാതുകളിലെ ദീപങ്ങളായി മാറുമ്പോൾ ക്ഷേത്ര മതിൽക്കെട്ടിനകം ഈശ്വര ചൈതന്യത്താൽ നിറയുന്നതാണ്. ഈ സമയം ശാസ്താവിന്റെ ദർശനം ലഭിക്കുന്നതും വിളക്കുമാടത്തിൽ ദീപം തെളിയിക്കുന്നതും ശ്രേഷ്ഠമാണെന്നാണ് വിശ്വാസം.